കേന്ദ്ര സർക്കാർ പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിനെതിരെയുള്ള ഹർജികൾ പരിഗണിച്ചുകൊണ്ടുള്ള വാദം സുപ്രീം കോടതിയിൽ പുരോഗമിക്കുമ്പോൾ മുനമ്പത്തേതടക്കമുള്ള വഖഫ് ഇരകളുടെ ന്യായമായ അതിജീവന ആവശ്യങ്ങളെ തള്ളിക്കൊണ്ട് കേസിൽ കക്ഷി ചേരുന്ന കേരള സർക്കാർ വഖഫ് ബോർഡിന് അനുകൂലമായ നിലപാടുകൾ എടുത്തിരിക്കുകയാണ്. ഒരു ഭൂമി ഒരിക്കൽ വഖഫ് ആയാൽ അത് എക്കാലത്തും വഖഫ് തന്നെ ആയിരിക്കുമെന്നതാണ് തത്വമെന്ന് സുപ്രീം കോടതിയെ ഉണർത്തിച്ചുകൊണ്ടായിരുന്നു മുനമ്പത്തെ വഖഫ് ഇരകളായ കുടുംബങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്ന തരത്തിലുള്ള വാദങ്ങളുമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയത്. ഇത്തരത്തിൽ ഒരു സ്വത്ത് വഖഫ് ആയി കഴിഞ്ഞാൽ സ്വത്തുകളുടെ സ്വഭാവം മാറ്റാൻ വഖഫ് ചെയ്തവരുടെ അനന്തരാവകാശികൾക്കോ വഖഫിന് തന്നെയോ കഴിയില്ലെന്നും കേരളം വ്യക്തമാക്കി. വഖഫ് നിയമ ഭേദഗതിയെ എതിർത്തുകൊണ്ട് നിയമസഭയിൽ ഇടതരും വലതരും ചേർന്ന് ഐക്യകണ്ഠേന പാസാക്കിയ പ്രമേയത്തെ എഴുതിയ പേപ്പറിൻ്റെ വില പോലുമില്ലാതെ തള്ളിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ കേന്ദ്ര സർക്കാർ ബില്ല് പാസാക്കി. നിയമമാക്കിയതോടെ ഇളീഭരായിപ്പോയ കേരള സർക്കാർ ഇപ്പോൾ മുനമ്പത്തെ ജനങ്ങളെ തള്ളി വഖഫ് ബോർഡിനെ പിന്തുണയ്ക്കുവാനാണ് കേസിൽ കക്ഷി ചേരുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ്. സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയാണ് കക്ഷിചേരൽ അപേക്ഷ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത്. മുനമ്പം ചെറായിയിൽ താമസിക്കുന്ന 600-ലധികം ക്രൈസ്തവ കുടുംബങ്ങൾ അവർ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമിയിൽ നിന്ന് പെരുവഴിയിലേക്ക് കുടിയിറക്കപ്പെട്ടാലും കുഴപ്പമില്ല. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നാൽ അത് കേരളത്തിൽ സ്വന്തമായി വഖഫും വഖഫ് സ്വത്തുക്കളുമുള്ള മുസ്ലിം കുടുംബങ്ങളുടെ മൗലികാവകാശം നഷ്ടപ്പെടുമെന്നതാണ് കേരള സർക്കാരിന് അൺസഹിക്കബിൾ ആയിരിക്കുന്നത്. അത്തരത്തിലുള്ള കടുത്ത ആശങ്കകൾ നിമിത്തമാണ് വഖഫ് കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് കേരള സർക്കാർ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പുതിയ വഖഫ് ഭേദഗതി നിയമം നിലവിൽ വന്നാൽ വഖഫ് സ്വത്തുക്കളുടെ സ്വഭാവം മാറ്റപ്പെടാമെന്നുമുള്ള കടുത്ത ആശങ്കയും കേരള സർക്കാർ ഉയർത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മുസ്ലിം ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരെ വഖഫ് ബോർഡുകളിലെ അംഗമാക്കാനുള്ള നീക്കങ്ങളെ എതിർത്തുകൊണ്ട് പുതിയ വഖഫ് ഭേദഗതി നിയമത്തിലെ ചില വ്യവസ്ഥകൾ ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഒരാളുടെ മതവും വിശ്വാസവും നിർണ്ണയിക്കാൻ പ്രത്യേക മാനദണ്ഡം ഇല്ലെന്നും ഒരു വ്യക്തി മുസ്ലിം മതാചാരപ്രകാരമാണോ ജീവിക്കുന്നത് നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് കേരളം കക്ഷിചേരൽ അപേക്ഷയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകൾ നിലനിർത്തേണ്ടതിന് പെടാപ്പാട് പെടുന്ന കേരളത്തിലെ ഇടതരും വലതരും വഖഫ് ഭേദഗതിക്കെതിരായ പ്രമേയം പാസാക്കുകയും പിന്നീട് ബില്ല് വോട്ടിനിട്ടപ്പോഴും അതേ നിലപാടുകൾ ആവർത്തിച്ചുകൊണ്ട് സഭയിൽ ബില്ലിനെ പരസ്യമായി തന്നെ എതിർക്കുകയും ചെയ്തു. എന്നിട്ടും നിലവിലിരിക്കുന്ന വഖഫ് ബില്ലിന്മേൽ മാറ്റം വരുത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായതിനാൽ ബില്ല് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ പാസാക്കുകയായിരുന്നു. അതിൽ വൈഷമ്യം പൂണ്ട കോൺഗ്രസ് ലീഗിനൊപ്പം ബില്ലിനെ എതിർത്തുകൊണ്ട് ആദ്യ ഹർജി സുപ്രീം കോടതിയിൽ നൽകുകയായിരുന്നു. വഖഫ് കേസിൽ കോൺഗ്രസ് വല്ലാതെ അങ്ങ് സ്കോർ ചെയ്താൽ അത് തങ്ങളുടെ നിലനിൽപ്പിനെ ഗുരുതരമായി ബാധിക്കുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേസിൽ കക്ഷി ചേരാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. കക്ഷിചേരൽ അപേക്ഷയിൽ തന്നെ മുസ്ലിം മതത്തിൽ പറയുന്നത് വ്യാഖ്യാനിച്ച കേരള സർക്കാരിന് കോടതിയിൽ വാദമുയർത്തുമ്പോഴും അതേ മാനദണ്ഡം തന്നെ അവലംബിക്കേണ്ടതായി വന്നേക്കാം. നാനാജാതി മതസ്ഥരായ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ബാധകമായ തരത്തിൽ ഒരു നിയമം നിർദ്ദേശിക്കാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു മതത്തിൻ്റെ ഗ്രന്ഥത്തെ പ്രതിഷ്ഠിക്കാൻ കഴിയുമോ എന്നതും കണ്ടറിയേണ്ടത് തന്നെയാണ്. മതതത്വങ്ങൾ അടിസ്ഥാനമാക്കി സുപ്രീം കോടതിയിൽ വാദമുന്നയിക്കാൻ കേരളത്തിലെ CPM സർക്കാർ മുൻകൈ എടുത്തിരിക്കുമ്പോൾ എല്ലാ മതവിശ്വാസികളും ഹർഷപുളകിതരാകുമെന്നും ചിലർ വല്ലാതെ ധരിച്ചു വശായിരിക്കുകയാണ്. എത്രയൊക്കെ ഗുണം വരുത്തുന്ന കഥകൾ പറഞ്ഞാലും ക്രൈസ്തവ സമൂഹം എക്കാലത്തും ഇടത് വലത് സർക്കാരുകളിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് കടുത്ത പക്ഷാഭേദവും അവഗണനയും തന്നെയാണ്. മുനമ്പത്തെ പാവങ്ങളെ പരസ്യമായി തള്ളിക്കൊണ്ടുള്ള ഈ നീക്കങ്ങളും അതിനെ ഊട്ടിയുറപ്പിക്കുകയാണ്. എന്നാൽ ഇന്ന് നടന്ന വാദത്തിനിടയിൽ തത്വദീക്ഷകളില്ലാതെ വഖഫ് ഭൂമി പിടിച്ചെടുക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യമെന്ന് വാദിച്ചുകൊണ്ട് ഹർജിക്കാരുടെ വക്കീലന്മാരായ കപിൽ സിബലും സിംഗിയും വാദഗതികൾ ഉയർത്തിയെങ്കിലും ചീഫ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് AG മാസിക് എന്നിവരുടെ ബെഞ്ച് ഈ വിഷയത്തിൽ കോടതികൾക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് പരാമർശിച്ചത് ഇപ്പോൾ വോട്ട് ബാങ്ക് പ്രീണനത്തിൻ്റെ ഹർജികളുമായി ഇറങ്ങിയവർക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. പാർലമെന്റിനും കോടതികൾക്കും വ്യക്തമായ ഒരു കേസ് തെളിയിക്കപ്പെടുന്നതുവരെ ഇടപെടാൻ കഴിയില്ലെന്നും നിയമനിർമ്മാണത്തിൽ ഭരണഘടനാപരമായ ഒരു അനുമാനമുണ്ടെന്നുമാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ് ഇന്ന് വ്യക്തമാക്കിയത്. വഖഫ് വിഷയത്തിൽ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലുമുള്ള വഖഫ് ഇരകൾക്ക് തന്നെയാണ് നീതി കിട്ടേണ്ടത്. കാരണം അവരുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം.
അവരെ അവഗണിച്ചുകൊണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നടത്തുന്ന പക്ഷപാതപരമായ നീക്കങ്ങൾ തള്ളപ്പെടുക തന്നെ വേണം.